കേരളത്തിൽ ആദ്യമായി BJP 3 MLA-മാരെ വിജയിപ്പിച്ച സമയത്ത് BJP ഓഫീസിന് മുകളിൽ ഉയർന്ന ഈ കൊടികൾ ഓർമ്മയില്ലേ? മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രം പതിപ്പിച്ച ഈ കാവിക്കൊടികൾ അയ്യങ്കാളി BJP-കാരൻ്റേതല്ല, അയ്യങ്കാളിയെ കാവി പുതപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഇത് ചർച്ചയാക്കി, വിവാദമായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലയിടങ്ങളിൽ വ്യാപക തർക്കവുമായി. അയ്യങ്കാളിയെ കാവി പുതപ്പിച്ചേ എന്ന് നിലവിളിക്കുന്നവരോടായി എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. അയ്യങ്കാളിയോടുള്ള ആദരവ് സംഘപരിവാറിന് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നതാണ് ആദ്യത്തെ കാര്യം. പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന RSS അവരുടെ ഗണഗീതങ്ങളിലൂടെ അദ്ദേഹത്തെ വീരപുരുഷനായി വാഴ്ത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, അയ്യങ്കാളിയെ ആദ്യമായി തപാൽ സ്റ്റാമ്പിലൂടെ ആദരിച്ചത് 2002 അടൽ ബിഹാരി വാജ്പേയി നയിച്ച BJP സർക്കാരാണ്. 1941 അന്തരിച്ച ആ സാമൂഹിക പരിഷ്കർത്താവിന് അർഹമായ പരിഗണന ലഭിക്കാൻ BJP സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു എന്ന് സാരം. എന്നാൽ ഇതൊക്കെ പഴംപുരാണമല്ലേ എന്ന് പറയുന്നവരുണ്ടാകും. അവരോടാണ്. 2014 BJP ദേശീയ അധ്യക്ഷനായി ആദ്യമായി കേരളത്തിലെത്തിയ അമിത്ഷാ നേരെ പോയത് തിരുവനന്തപുരം വെള്ളയമ്പലത്തെ അയ്യങ്കാളിയുടെ പൂർണ്ണകായ പ്രതിമയിൽ ഹാരാർപ്പണം ചെയ്ത് ആദരമർപ്പിക്കാനാണ്. ഇങ്ങനെയുള്ള BJP സംഘപരിവാർക്കാരോട് നിങ്ങൾ ദളിത് സ്നേഹം പറഞ്ഞുകൊണ്ട് വരരുത്. പിന്നൊരു കൂട്ടരുണ്ട്, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുകയും ജാതി ഭ്രാന്തിനെയും മതപരിവർത്തന ശക്തികളെയും ഒരുപോലെ എതിർക്കുകയും ചെയ്തിരുന്ന നീലകേശി ഭദ്രകാളിയുടെ ഭക്തനായിരുന്ന അയ്യങ്കാളിയെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അപരവൽക്കരിച്ചവർ, അയ്യങ്കാളിയുടെ നെറ്റിയിലെ കുറി മായ്ച്ചവർ, ഹിന്ദുത്വത്തിന് വേണ്ടി പോരാടിയ അദ്ദേഹത്തെ ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിച്ചവർ, അവർ നമുക്കിടയിൽ തന്നെയുണ്ട്. അത്തരക്കാരോടാണ് ജാതി ഭ്രാന്തിൻ്റെയും മതപരിവർത്തന ശക്തികളുടെയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ അയ്യങ്കാളി എന്ന വീരപുരുഷന്റെ ആശയങ്ങൾ ആത്മാഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന 1000 വില്ലുവണ്ടികൾ ഇനിയും ഈ മണ്ണിലൂടെ കുതിച്ചു പായും. കാവിക്കൊടികൾ ഇനിയും ഉയരും.